ഹായ് വെൽക്കം. പുതിയ ട്രിപ്പാണ് ഹൈദരാബാദിലേക്ക്. അപ്പോൾ ഹൈദരാബാദ് നമ്മളെത്തി, എയർപോർട്ടിലെത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ടാക്സി വിളിച്ചു, ഔട്ടറിലെത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ചാർമിനാറിലേക്ക് ഓട്ടോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. റൊട്ടി പായായിരുന്നു അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മോർണിംഗ്. പിന്നെ പൂരി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് റൊട്ടി പായ കഴിച്ചു. അത് കഴിഞ്ഞ് ചാർമിനാർ എത്തി. ചാർമിനാറിലെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ചാർമിനാർ കുറച്ച് കാണാനുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മസ്ജിദ് ഉണ്ട്. മസ്ജിദ് പോകണമെങ്കിൽ അവിടെയും പോയി കാണാം. തൊട്ടടുത്ത് ചോമഹൽ പാലസ് ഉണ്ട്. അവിടെ നിന്ന് ഒരു 10 minutes അവേ ചോമഹൽ പാലസിൻ്റെ ഉള്ളിൽ കയറി. അവിടെ കയറിയിട്ട് അവിടെ കുറേ അടുത്ത് തന്നെ ക്ലോക്ക് ടവർ ഉണ്ട് കേട്ടോ. പഴയ ക്ലോക്ക് ടവറാണ്. അന്നൊക്കെ ആൾക്കാർ ടൈം നോക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ളിൽ കുറേ ലൈറ്റിങ്സും പിന്നെ അവർ സോഫ ഫർണിച്ചേഴ്സ് കാര്യങ്ങൾ, അന്നത്തെ പഴയ ഫർണിച്ചേഴ്സ്, പഴയ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമിലുണ്ടായിരുന്ന നാസീസ് യൂസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അതിലുണ്ട് കാണാൻ. ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മേഹ്താബ് മാളിൽ കയറി കുറേ അവരുടെ ആർമറീസ്, വെപ്പൻസ് കാര്യങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ കിട്ടും. അത് കഴിഞ്ഞ് ബിർള മന്ദിർ വെങ്കടാചലപതി മൂപ്പരെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അംബേദ്കർ സ്റ്റാറ്റ്യൂ കണ്ടു. ഇതൊക്കെ എവിടെ വെച്ചാൽ നമ്മുടെ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ തീരത്താണ് ഇതൊക്കെ. ഹുസൈൻ സാഗർ ലേക്കിൽ നമുക്ക് ബോട്ടിങ് കാണാൻ കിട്ടും, പോകണമെങ്കിൽ പോവാം. പിന്നെ ബുദ്ധ സ്റ്റാറ്റ്യൂ ഉണ്ട്, അത് കണ്ടു. ഹുസൈൻ സാഗർ ലേക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെക്രട്ടേറിയറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ബിൽഡിങ് സെക്രട്ടേറിയറ്റ്, അത് കണ്ടു. അതിൻ്റെ ഓപ്പോസിറ്റ് നൈറ്റേഴ്സ് മെമ്മറി, തെലുങ്കാന പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വെച്ചു, അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അവിടെ കുറച്ച് ലോക്കൽ ഫുഡ്, പിന്നെ പാവാജി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ്